ഹലോ ടിയേഴ്സ്. ഇന്ത്യൻ സിനിമകളിൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരുപാട് ബയോപിക്സ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ മെജോറിറ്റി ബയോപിക്സ് നോക്കിക്കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റിയുടെ ആയിരിക്കും. അപ്പോൾ ഈ സ്പോർട്സ് ആൻഡ് മൂവീസ് എന്ന് പറയുമ്പോൾ അതൊരു പെർഫെക്റ്റ് ബ്ലെൻഡാണ്. അതായത് അതിനകത്തേക്ക് ഒരു സിനിമാറ്റിക് എലിവേഷൻസും അങ്ങനെയുള്ള ചേരുവകൾ കൊണ്ടുവരാനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു സംഭവമാണ് ഈ സ്പോർട്സ് പേഴ്സണാലിറ്റീസിൻ്റെ ബയോപിക്സ് ഒക്കെ എടുക്കുക. മറ്റ് ബയോപിക്സ് വന്നിട്ടില്ല എന്നുള്ളതല്ല, ഇപ്പോൾ റോക്കറ്ററി പോലെയുള്ള സിനിമകളും വന്നിട്ടുണ്ട് മാധവൻ ചെയ്ത്. അതും ഏകദേശം നല്ല ലെവലിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷേ അതൊക്കെ വളരെ വിരളമായിട്ടാണ് സംഭവിക്കുന്നതെന്ന് തോന്നുന്നു ബയോപിക്സിൻ്റെ കാര്യത്തിൽ. അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ബോളിവുഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ റിയൽ ലൈഫ് റിയൽ ഇൻസിഡൻസിൻ്റെ ഒക്കെ കഥകൾ വളരെ ക്ലാസ് ആയിട്ട് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരുപാട് റിയൽ ഇൻസിഡൻസ് വരുന്നുണ്ട്. അതൊക്കെ തന്നെ എത്ര കണ്ട് സത്യസന്ധമാണ് നമ്മളുടെ ഇന്ത്യൻ സിനിമകളിൽ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അമരൻ എന്ന് പറയുന്ന ഒരു തമിഴ് ചിത്രം വരുന്നു. രാജ് കമൽ പ്രൊഡക്ഷൻസ് വിത്ത് സോണി പിക്ചേഴ്സ്, അങ്ങനെ ഒരു വലിയ പ്രൊഡക്ഷൻ്റെ അണ്ടറിൽ രാജ്കുമാർ പെരിയസ്വാമി എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ വളരെ കൊമേഴ്സ്യൽ വാല്യൂ കയറിക്കൊണ്ടേയിരിക്കുന്ന ശിവ കാർത്തികേയനെ പോലെയുള്ള ഒരു ആക്ടർ, പ്രത്യേകിച്ച് ഈ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ തന്നെ ത്യജിച്ച മേജർ മുകുന്ദ് വരദരാജൻ എന്ന് പറയുന്ന ആ വലിയ വ്യക്തിത്വത്തിൻ്റെ ആ ധീര ജവാന്റെ സിനിമ പറയുമ്പോൾ ആ സിനിമ ക്ലാസ് എന്നതിൽ അപ്പുറം വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നു. സിനിമ തുടങ്ങി ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ സീൻ കണ്ടപ്പോൾ തന്നെ സത്യത്തിൽ സാറ്റിസ്ഫൈഡ് ആകുക. വളരെ ബിലീവബിൾ ആയിട്ടുള്ള, വളരെ നാച്ചുറൽ എന്ന് തന്നെ തോന്നുന്ന രീതിയിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ശിവ കാർത്തികേയന്, അതായത് മുകുന്ദ് വരദരാജൻ്റെ ഈ കഥാപാത്രത്തിന് നൽകുന്നത്. സിനിമയിലൂടെ മാത്രം മനസ്സിലാക്കുന്ന, അതായത് സാധാരണക്കാരന്, അല്ലെങ്കിൽ സിനിമകളിൽ കൂടെ കിട്ടുന്ന ചില അറിവുകളുണ്ടല്ലോ സാധാരണക്കാരൻ, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സിനിമയിൽ മേജർ മുകുന്ദ് വരദരാജൻ ഏത് ബറ്റാലിയനായിരുന്നു, 44 RR ടീം എന്ന് പറയുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള മറ്റ് ബറ്റാലിയൻസ് ഉണ്ടോ, രാജ്പുട്ട് റെജിമെന്റ് എന്ന് പറയുന്നു, ഈ രീതിയിലുള്ള കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ഒരു തോന്നൽ തന്നെ സിനിമ കാണുമ്പോൾ ഉണ്ടാവും പലർക്കും. ഒന്ന് രണ്ട് കാര്യങ്ങൾ സിനിമ ഇങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട്. സിനിമയുടെ അവതരണത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ രാഹുൽ ബോസ്, അതായത് ഈ മേജർ മുകുന്ദ് വരദരാജൻ്റെ ഒക്കെ സീനിയർ ഓഫീസറായിട്ടുള്ള രാഹുൽ ബോസ് അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്. എത്ര കണ്ട് കൃത്യമാണെന്ന് അറിയത്തില്ല, എന്നാലും ഏകദേശം അതിങ്ങനെയാണ്: യു ഡോണ്ട് ചൂസ് RR ബട്ട് RR ചൂസസ് യു. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് ഇതിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ പേഴ്സണൽസിനെ ഇൻവോക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് തരുന്നുണ്ട്. പ്ലസ് ഇതിനകത്തിൽ മുകുന്ദ് വരദരാജൻ്റെ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യന് ഉത്തരമായിട്ട് മുകുന്ദ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. അതായത് ഇതൊരു ചെസ് ബോർഡിലെ കരുക്കൾ പോലെയാണ്. അതായത് രാജാവ് പുറകിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ഈ കൂട്ടത്തിലെ രാജാവാകാൻ ഞാൻ ശ്രമിക്കും, പക്ഷേ പിന്നിൽ നിന്നല്ല, ഈ പറയുന്ന എല്ലാ പോരാളികളുടെയും ഫ്രണ്ടിൽ നിന്ന് നയിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അത് ഒരു പക്ഷേ ഈ രീതിയിലുള്ള ബറ്റാലിയൻസ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ടീമുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന് ഉപമയായിട്ട് തോന്നുന്ന രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ ഈ സിനിമ കാണുമ്പോഴും അല്ലെങ്കിൽ മേജർ മുകുന്ദ് വരദരാജൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും അദ്ദേഹമൊക്കെ ഫ്രണ്ടിൽ നിന്ന് ലീഡ് ചെയ്യുന്ന ഒരു ഓഫീസറാണ്. ഇപ്പം നമ്മൾ തോന്നും വലിയ ഓഫീസേഴ്സൊക്കെ ഫ്രണ്ടിൽ നിന്ന് ലീഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ. പക്ഷേ ഈ ടീമുകൾ, ഈ പറയുന്ന RR ടീമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഓഫീസേഴ്സ് തന്നെയാണ് ഫ്രണ്ടിൽ നിന്ന് തന്നെ ഓരോ ഓപ്പറേഷൻസ് ലീഡ് ചെയ്യുന്നതെന്നും ഈ സിനിമയിലെ ഓരോ ഓപ്പറേഷൻസ് കാണുമ്പോഴും നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എത്ര കണ്ട് ഇവരുടെ ലൈഫ് റിസ്കി ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിനകത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മനസ്സിലാക്കാത്ത, നമ്മുടെ അറിവിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുന്നതിന് പിന്നിൽ ഉണ്ട്, ഈ നാട്ടിൽ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള തിരിച്ചറിവുകളും അറിവുകളും ഒക്കെ ഇതുപോലെയുള്ള സിനിമകൾ ഉണ്ടാകുന്നത് കൊണ്ട് ഒരുപാട് സാധാരണക്കാരനിലേക്ക് എത്തും. സിനിമകളിലൂടെ തന്നെ ഇത് പറയണമെന്നൊന്നുമില്ല, നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന അറിവിലൂടെ അറിയേണ്ടതാണ് ഇതൊക്കെ. സിനിമ എന്ന് പറയുന്ന പവർഫുൾ ഒരു മീഡിയത്തിൻ്റെ ഒരു ശക്തി അതാണ്. ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ആളുകളിലേക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെന്നെത്തും. അത് അമരൻ പോലെയുള്ള സിനിമകൾ ഒരുപാട് അതിനെ സഹായിക്കും. പിന്നെ സിനിമ ഇതിനകത്തിലൂടെ നമുക്കറിയാൻ കഴിയുന്ന ഈ പറയുന്ന സിനിമയിലെ മുകുന്ദ് വരദരാജൻ്റെ ബഡ്ഡി അല്ലെങ്കിൽ സിപ്പായി വിക്രം, പിന്നെ ഇവരുടെ ഒരു ടീം, അത് പ്രവർത്തിക്കുന്ന രീതി, ഇവരുടെ എസ്പെഷ്യലി ഈ സിനിമയിൽ വളരെ സൂപ്പർബായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എൻഗേജിങ് ആയിട്ട് നമുക്ക് പലപ്പോഴും കണ്ടിരിക്കുന്നത് ഇവരുടെ ഈ എപ്പോഴൊക്കെ ഈ ആർമി ബേസ് അല്ലെങ്കിൽ ഇവരുടെ ഓപ്പറേഷൻസ് വരുന്നു അപ്പോഴൊക്കെ സിനിമ ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നീട് ഇതിനകത്തിൽ എടുത്ത് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ശിവ കാർത്തികേയൻ. ഞാൻ പറഞ്ഞ ആദ്യ ഇൻട്രൊഡക്ഷൻ സീൻ കാണിക്കുന്നിടം തൊട്ട് തന്നെ
അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിൽ തന്നെ അത് എവിഡൻ്റ് ആണ്. എത്ര കണ്ട് എഫേർട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പ്ലസ് ഇതുപോലെ ഒരു സിനിമ ചെയ്യാൻ അദ്ദേഹം എടുത്ത ഡെസിഷനെ തന്നെ ആദ്യം അപ്രിഷ്യേറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു സിനിമ നടനാണ്. തമിഴ് സിനിമയിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു സക്സസ് ഫോർമുലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പലരും റിസ്ക് എടുക്കാൻ തയ്യാറാകാത്ത ആൾക്കാരാണ്. അങ്ങനെ ചിലരൊക്കെ മാറി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ പല സിനിമകളും അവിടെ ഡൗൺ ആകുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ശിവകാർത്തികേയൻ ഇതുപോലെയുള്ള ഒരു സിനിമ, അതായത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫ്രാങ്കായിട്ട് പറയാം, ഇതൊരു സാധാരണ തമിഴ് സിനിമ പോലെയുള്ള ഒരു സിനിമയല്ല. അതായത് സാധാരണ തമിഴ് സിനിമ ഒരു കൊമേഴ്ഷ്യൽ രീതിയിൽ വരുന്ന സിനിമ അല്ലെങ്കിൽ അതിനകത്തിൽ കാണുന്ന ചേരുവകളൊന്നും ഇതിനകത്തിലില്ല. വളരെ ഡീസൻ്റായിട്ട് തന്നെയാണ് രാജ്കുമാർ പെരിയസ്വാമി എന്ന് പറയുന്ന സംവിധായകൻ പറഞ്ഞു വന്നത്. പിന്നെ ഇതിനകത്തിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് വൈസ് ഗംഭീര ഒരു പ്രകടനം തന്നെ നടത്തിയത് സായി പല്ലവിയാണ്. അൺഡൗട്ടഡ്ലി ആ ഒരു കോളേജ് ഗേൾ, ഒരു ലവ് ഇൻട്രസ്റ്റ്, ആ ഒരു സമയത്തെ അവരുടെ എക്സ്പ്രഷൻസ് ആയാലും അവരുടെ ഡയലോഗ്സ് ആയാലും പിന്നീട് അവരൊരു വൈഫ് ആയതിനു ശേഷമുള്ള അവരുടെ ആ ഒരു അഭിനയം ഒക്കെ ആണെങ്കിലും എല്ലാം ഗംഭീരമായിട്ടുള്ള, എസ്പെഷ്യലി അവരുടെ ഒരു ഐസ്, ആ കണ്ണുകൾ കൊണ്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്കകത്ത് കുറേ കോഷ്യസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു കഥാപാത്രം ഈ ഇന്ദു റബേക്ക വർഗീസ് എന്ന് പറയുന്ന റിയൽ ലൈഫ് ക്യാരക്ടറായിട്ടുള്ള അവരുടെ ക്യാരക്ടർ തന്നെയാണ്. കാരണം ഇന്ദു എന്ന് പറയുന്ന ക്യാരക്ടറിനെ വളരെ എഫിഷ്യൻ്റായിട്ട്, എസ്പെഷ്യലി അവസാനം ക്ലൈമാക്സിനെയൊക്കെ എടുക്കുമ്പോൾ സിനിമ കണ്ടവർക്കറിയാം, അവർ സിംഗിൾ ഹാൻഡഡ്ലി അവരുടെ ഡയലോഗ്സിലൂടെ കൊണ്ടുപോകുന്നുണ്ട് ഈ പറയുന്ന സിനിമയും. അപ്പോൾ അത്ര കണ്ട് ഗംഭീരമായൊരു പെർഫോമൻസ് ഇതിനകത്തിൽ സായി പല്ലവി നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭുവൻ അറോറ, ഇതിലെ വിക്രം എന്ന് പറയുന്ന സിപ്പായിയെ അവതരിപ്പിച്ച ഭുവൻ അറോറ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും വളരെ മികച്ചു നിന്നു. പിന്നെ നമ്മുടെ സ്വന്തം ശ്യാമപ്രസാദ്, ഇതിനകത്തിലെ ഇന്ദു റബേക്ക വർഗീസിൻ്റെ അച്ഛനായിട്ട് വന്ന ശ്യാമപ്രസാദിൻ്റെ അദ്ദേഹത്തിൻ്റെ അല്ലാതെയുള്ള പേഴ്സണലായിട്ടുള്ള ശ്യാമപ്രസാദിൻ്റെ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം പുള്ളി ഇതിനകത്ത് ബിഹേവ് ചെയ്യുകയാണെന്ന് തോന്നിയിട്ടുള്ളൂ. വളരെ കൺവിൻസിങ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്ടർ, അങ്ങനെയുള്ള ഒരു ഏത് തരം ഒരു കുടുംബത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നു അതിനൊക്കെ വളരെ ആപ്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു പുള്ളിയുടെ ആ ഒരു അഭിനയ രീതിയൊക്കെ. ഇതിനൊക്കെ ആണെങ്കിലും സിനിമയിൽ ഒന്ന് രണ്ട് പോരായ്മകളെന്ന് തോന്നിയ കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, ഈ പറയുന്ന ഇന്ദു ആൻഡ് മുകുന്ദിൻ്റെ ഒരു കോളേജ് ലൈഫ് കാണിക്കുന്നിടത്ത് ഇവർ ഒരു ഫാസ്റ്റ് ഫോർവേഡ് മോഡിലേക്ക് പോകുന്ന പോലെ തോന്നി. അതായത് എത്രയും പെട്ടെന്ന് ഈ പരിപാടി തീർത്തിട്ട് മേജർ മുകുന്ദ് വരദരാജൻ്റെ ഈ ആർമി ലൈഫിൻ്റെ പരിപാടികൾ കാണിക്കണം എന്നുള്ള മെൻറ്റാലിറ്റിയിൽ ഇത് എടുത്തു വെച്ച പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു ആ ഒരു ഫസ്റ്റ് ഹാഫിലെ ഈ പറയുന്ന അത്രയും പോർഷൻസിൽ. പലപ്പോഴും ഈ ആർമി അല്ലെങ്കിൽ ഇതുപോലെയുള്ള സിനിമകളിൽ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുണ്ട്. അതായത് എന്തോ ഒരു സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പ് എല്ലാവരും വളരെ കാഷ്വലായിട്ട് ഇരുന്ന് തമാശകളൊക്കെ പറയുന്ന ഒരു സംഭവം ഇതിനകത്തിലും വരുന്നുണ്ട്. പക്ഷേ അത് ഒരു ഓർഗാനിക് പ്രോഗ്രഷനോ അല്ലെങ്കിൽ ഒരു വളരെ നാച്ചുറൽ ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ജെന്യുവിനായിട്ടോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അതായത് ഇങ്ങനെ ഒരു പോർഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത പോലെയുള്ള ഡയലോഗ്സും ആ ഒരു കാഷ്വൽ ടോക്കും ഒക്കെ ആ രീതിയിൽ പോയ പോലെ അവിടെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ആ ഒരു ലെവലിലേക്കൊക്കെ ആക്കിയിരുന്നെങ്കിൽ ഈ ഒരു മൈനസ് ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അമരൻ എന്ന് പറയുന്ന സിനിമ അതെല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. മേജർ മുകുന്ദ് വരദരാജൻ അദ്ദേഹം ആരാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ നമുക്കൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള തിരിച്ചറിവ് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഇതേപോലെയുള്ള സിനിമകൾക്ക് കഴിയും. ഇതിൻ്റെ അവസാനം എത്തുമ്പോഴത്തേക്ക് റിയൽ ലൈഫ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇതേപോലെയുള്ള ബയോപിക്സുകളിൽ നമ്മൾ പൊതുവെ കാണാറുള്ള പോലെ ഇവിടെയും വരുന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് ഇമോഷണലായിട്ട് തന്നെ കൺവേ ചെയ്യാനും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ചെലുത്താനും സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ ഇതേപോലെയുള്ള സിനിമകൾ മിസ് ചെയ്യരുത്. ഞാൻ തന്നെ ഈ സിനിമയുടെ വീഡിയോ കുറേ താമസിച്ചാണ് ഇടുന്നത്. കാരണം ഈ സിനിമയുടെ വീഡിയോ ഇടണം എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. താങ്ക് യു.